റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ കല്ലൂർ PMLA കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. നിലവിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളും മൊഴികളും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രഥമ ദൃഷ്ട്യാ മതിയായതാണെന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. പ്രതികൾ ഉന്നയിക്കുന്ന വാദങ്ങളും പ്രതിരോധങ്ങളും വിചാരണ വേളയിലാണ് പരിശോധിക്കേണ്ടത്. ഔദ്യോഗിക പദവിയുടെ ഭാഗമായി ചെയ്ത കുറ്റകൃത്യമല്ലാത്തതിനാൽ കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA എന്നിവരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമില്ല എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ SS ശരണാണ് വിശദാംശങ്ങൾ നൽകുന്നത്. ശരൺ, കോടതി ഉത്തരവിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്നത് സാധൂകരിക്കുന്നുണ്ട് കോടതി. മാത്രമല്ല, ഈ വിചാരണ ജനപ്രതിനിധികൾക്ക് വിചാരണ നേരിടുന്നതിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല എന്നതുകൂടിയാണ് മനസ്സിലാക്കുന്നത് അല്ലേ ഉത്തരവിലൂടെ? വിനീത, അതായത് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടിയാണ് CPIM-ഉം CPM-ന്റെ നേതാക്കളും നേരിട്ടത്. അതായത് ഈ കേസിലെ CPM-ന്റെ ഉന്നത നേതാക്കളടക്കം 28 പ്രതികളും വിചാരണ നേരിടണമെന്നുള്ള നിർദ്ദേശമാണ് കല്ലൂർ PMLA കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കല്ലൂർ PMLA കോടതിയുടെ ഉത്തരവിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത്, അന്വേഷണ സംഘം നിലവിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകളും മൊഴികളും പ്രതികൾക്കെതിരെ കുറ്റം ചുമത്താൻ മതിയായ തെളിവുകളാണെന്നുള്ളതാണ്. ഇതോടൊപ്പം തന്നെ പ്രതികൾ ഉന്നയിക്കുന്ന വാദങ്ങളും പ്രതിരോധങ്ങളും വിചാരണ വേളയിലാണ് പരിശോധിക്കേണ്ടത്. കാരണം നിലവിൽ കുറ്റപത്രം സ്വീകരിക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക ഘട്ട കാര്യങ്ങൾ വിലയിരുത്തൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. മറിച്ച് ഒരു മിനി വിചാരണയല്ല നടന്നതെന്നുള്ളതും വ്യക്തമായി തന്നെ കോടതി പറയുന്നുണ്ട്. ഒപ്പം തന്നെ കെ രാധാകൃഷ്ണൻ MP, AC മൊയ്തീൻ MLA എന്നിവരെ വിചാരണ ചെയ്യാൻ സർക്കാർ അനുമതി ആവശ്യമില്ല എന്നുള്ളത് കൂടി കോടതി കൃത്യമായി തന്നെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് നേരത്തെ 2011, 2019 കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ കെ രാധാകൃഷ്ണനാണെങ്കിലും AC മൊയ്തീനാണെങ്കിലും അന്ന് ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. ഈ കാലയളവിൽ രണ്ടുപേരും 2 ടേമിലായിട്ട് ജില്ലാ സെക്രട്ടറിമാരായിരുന്നു. അതിനപ്പുറം ഇവർ MP-മാരോ MPയോ അല്ലെങ്കിൽ MLAയോ അല്ല. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യം ഔദ്യോഗിക പദവിയുടെ ഭാഗമായി ചെയ്തതല്ല എന്നുള്ളതാണ് കോടതി വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ അനുമതി ആവശ്യമില്ല എന്നുള്ള കാര്യം കൂടി കോടതി വ്യക്തമാക്കുകയാണ്. ശരി, ശരണാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും കൃത്യമായി തന്നെ തെളിവുകളുണ്ട്, പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് സമർപ്പിച്ച രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ന് കോടതി നിരീക്ഷിക്കുന്നു. ബാക്കി കാര്യങ്ങൾ, അതായത് പ്രതികളുടെ വാദങ്ങൾ വിചാരണ വേളയിലാണ് പരിഗണിക്കേണ്ടത്. ഏതായാലും CPM നേതാക്കൾ ഉൾപ്പെടെ മുഴുവൻ പ്രതികളും വിചാരണ നേരിടുകയും വേണം. ഉത്തരവിന്റെ വിശദാംശങ്ങളാണ് SS ശരൺ നൽകിയത്.